ജ്ഞാനം 9-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ പറഞ്ഞു, എൻ്റെ പിതാക്കന്മാരുടെ ദൈവമേ, കരുണാസമ്പന്നനായ കർത്താവേ, വചനത്താൽ അങ്ങ് സകലതും സൃഷ്ടിച്ചു. ജ്ഞാനത്താൽ അവിടുന്ന് മനുഷ്യന് രൂപം നൽകി. സൃഷ്ടികളുടെ മേൽ ആധിപത്യം വഹിക്കുവാനും ലോകത്തെ വിശുദ്ധിയിലും നീതിയിലും ഭരിക്കുവാനും ഹൃദയപരമാർത്ഥതയോടെ വിധികൾ പ്രസ്താവിക്കുവാനും ആണല്ലോ അവിടുന്ന് അവനെ സൃഷ്ടിച്ചത്. അങ്ങയുടെ സിംഹാസനത്തിൽ നിന്ന് എനിക്ക് ജ്ഞാനം നൽകണമേ. അങ്ങയുടെ ദാസരുടെ ഇടയിൽ നിന്ന് എന്നെ തിരസ്കരിക്കരുതേ. ഞാൻ അങ്ങയുടെ ദാസനും ദാസിയുടെ പുത്രനും ദുർബലനും അല്പായുസ്സും നീതി നിയമങ്ങളിൽ അല്പജ്ഞാനിയുമാണ്. മനുഷ്യരുടെ മധ്യേ ഒരുവൻ പരിപൂർണനാണെങ്കിൽ അങ്ങിൽ നിന്ന് വരുന്ന ജ്ഞാനമില്ലെങ്കിൽ അവൻ ഒന്നുമല്ല. പിന്നെ അങ്ങയുടെ ജനത്തിൻ്റെ രാജാവും അങ്ങയുടെ മക്കളുടെ വിധികർത്താവുമായി അവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു. ആരംഭത്തിലെ അങ്ങ് ഒരുക്കിയ വിശുദ്ധ കൂടാരത്തിൻ്റെ മാതൃകയിൽ അങ്ങയുടെ വിശുദ്ധ ഗിരിയിൽ ആലയവും അവസാന ഗിരിയിൽ ബലിപീഠവും പണിയാൻ അങ്ങ് എന്നോട് ആജ്ഞാപിച്ചു. അങ്ങയുടെ പ്രവൃത്തികൾ അറിയുകയും ലോകസൃഷ്ടിയിൽ അങ്ങയോടൊത്ത് ഉണ്ടാവുകയും ചെയ്ത അങ്ങയ്ക്ക് പ്രസാദകരവും അങ്ങയുടെ നിയമമനുസരിച്ച് ശരിയുമായ കാര്യങ്ങൾ അറിയുന്ന ജ്ഞാനം അങ്ങയോടൊത്ത് വാഴുന്നു. വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ. അവൾ എന്നോടൊത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ അങ്ങയുടെ ബലഹിതം ഞാൻ മനസ്സിലാക്കട്ടെ. സകലതും അറിയുന്ന അവൾ എൻ്റെ പ്രവൃത്തികളിൽ എന്നെ ബുദ്ധിപൂർവം നയിക്കും. തൻ്റെ മഹത്വത്താൽ അവൾ എന്നെ പരിപാലിക്കും. അപ്പോൾ എൻ്റെ പ്രവൃത്തികൾ സ്വീകാര്യമാകും. അങ്ങയുടെ ജനത്തെ ഞാൻ നീതിപൂർവം വിധിക്കും. പിതാവിൻ്റെ സിംഹാസനത്തിന് ഞാൻ യോഗ്യനാകും. കാരണം ദൈവശാസനകൾ ആർക്കും ഗ്രഹിക്കാനാകും. കർത്താവിൻ്റെ ഹിതം തിരിച്ചറിയാൻ ആർക്കു കഴിയും? മർത്യരുടെ ആലോചന നിസ്സാരമാണ്. അങ്ങയുടെ പദ്ധതികൾ പരാജയപ്പെടാം. ഞങ്ങളുടെ പദ്ധതികൾ പരാജയപ്പെടാം. നശ്വര ശരീരം ആത്മാവിന് ദുർവഹമാണ്. ഈ കളിമൺ കൂടാരം ചിന്താശീലമുള്ള മനസ്സിനെ ഞെരുക്കുന്നു. ഭൂമിയിലെ കാര്യങ്ങൾ ഊഹിക്കുക ദുഷ്കരം. അടുത്തുള്ളതുപോലും അധ്വാനിച്ചു വേണം കണ്ടെത്താൻ. പിന്നെ ആകാശത്തുള്ള കാര്യങ്ങൾ കണ്ടെത്തുവാൻ ആർക്ക് കഴിയും? അങ്ങ് ജ്ഞാനത്താൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഉന്നതങ്ങളിൽ നിന്ന് നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും? ജ്ഞാനം ഭൂവാസികളുടെ പാത നേരെയാക്കി. അങ്ങയ്ക്ക് പ്രസാദകരമുള്ളവ അവരെ പഠിപ്പിച്ചു. അവർ രക്ഷപ്പെടുകയും ചെയ്തു. സ്നേഹപിതാവായ ദൈവമേ, ജ്ഞാനമില്ലെങ്കിൽ ഒന്നുമില്ല. അങ്ങയുടെ അനന്തമായ പരിപാലനയിൽ ഈശോ ജ്ഞാനം അവൾ എന്ന് വചനത്തിലൂടെ വിശേഷിപ്പിക്കുന്നു. ഈശോയെ, ജ്ഞാനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജ്ഞാനം നൽകിക്കഴിയുമ്പോൾ ജ്ഞാനമുണ്ടെങ്കിൽ എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അവിടുന്ന് പരിശുദ്ധ ദൂതരെ അയച്ച് അങ്ങ് നേർവഴിക്ക് ഞങ്ങളെ നടത്തുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങൾ നടത്തുന്നു. എല്ലാം അറിയുന്ന പൊന്നു തമ്പുരാനെ, അങ്ങേക്ക് സ്തുതി.